ഇറാൻ US സംഘർഷം തുടരുന്നതിനിടെ ഖത്തറിൽ നിന്ന് സുപ്രധാനമായ ചില വാർത്തകളാണ് വരുന്നത്. ഖത്തറിൽ തിരക്കിട്ട് അമേരിക്ക സൈനിക വിന്യാസം നടത്തുകയാണ്. അത്യാധുനിക മിസൈലുകൾ അമേരിക്ക ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. ഖത്തറിലെ അൽ ഉദൈദ് സൈനിക കേന്ദ്രത്തിൽ US കൂടുതൽ വ്യോമ പ്രതിരോധ മിസൈലുകൾ സ്ഥാപിച്ചതായാണ് റിപ്പോർട്ട്. ട്രക്കുകളിൽ സ്ഥാപിച്ച പാട്രിയറ്റ് മിസൈലുകളാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇറാന്റെ ആക്രമണമുണ്ടായാൽ പ്രതിരോധിക്കാനാണിതെന്നാണ് വിലയിരുത്തൽ. ഇറാനെ US ആക്രമിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ USന്റെ സൈനിക കേന്ദ്രങ്ങളിൽ തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഖത്തറിനൊപ്പം ഇറാഖ്, ജോർദാൻ, കുവൈറ്റ്, സൗദി അറേബ്യ, ബഹ്റൈൻ, UAE, ഒമാൻ, തുർക്കി, ഡീഗോ ഗാർഷ്യ എന്നിവിടങ്ങളിലും USന് സൈനിക കേന്ദ്രങ്ങളുണ്ട്. കഴിഞ്ഞ ജൂണിൽ അൽ ഉദൈദ് താവളത്തിന് നേരെ ഇറാൻ 10ഓളം മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു. അമേരിക്ക ആക്രമിച്ചാൽ മേഖലയിലെ എല്ലാ US താവളങ്ങളെയും ലക്ഷ്യമിടുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി കഴിഞ്ഞ ദിവസം നടത്തിയ മുന്നറിയിപ്പിന് പിന്നാലെയാണ് US ഈ നീക്കം നടത്തുന്നത്. പുതിയ സൈനിക വിന്യാസത്തിലൂടെ ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലെ താവളങ്ങൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനാണ് വാഷിംഗ്ടൺ ലക്ഷ്യമിടുന്നത്. അതിനിടെ ഇറാനും USഉം തമ്മിലുള്ള ഭിന്നതകൾ പരിഹരിക്കാൻ ഒമാനിൽ ചർച്ചകൾ നടക്കുന്നു. ചർച്ചകൾക്കിടയിലും ഇരു രാജ്യങ്ങളും പ്രകോപനം തുടരുകയാണ്. ആദ്യ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ US നയം വ്യക്തമാക്കിയിരുന്നു. ചർച്ച നടത്താൻ താല്പര്യമില്ല. എന്നാൽ മറ്റ് അറബ് രാജ്യങ്ങളെ ഓർത്താണ് ചർച്ച. ഇങ്ങനെയാണ് US പ്രതികരിച്ചത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ USന് താല്പര്യമില്ലെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിനിടെ ഹോർമൂസ് കടലിടുക്കിൽ US കപ്പലുകൾ പിടിച്ചെടുക്കാൻ ഇറാൻ ശ്രമം നടത്തിയതായി റിപ്പോർട്ടുകൾ വന്നു. ചെറുബോട്ടുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് USന്റെ വാണിജ്യ കപ്പലുകൾ പിടിച്ചെടുക്കാൻ ഇറാൻ ശ്രമിച്ചതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പിന്നാലെ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന US പതാകയുള്ള കപ്പലുകൾ ജാഗ്രത പാലിക്കണമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ തീരത്ത് നിന്ന് പരമാവധി അകലം പാലിക്കാനാണ് US മാരിടൈം അഡ്മിനിസ്ട്രേഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇറാന്റെ തീരത്ത് നിന്ന് പരമാവധി അകന്ന് ഒമാൻ തീരത്തോട് ചേർന്ന് കപ്പലുകൾ സുരക്ഷിതമായി സഞ്ചരിക്കണമെന്നാണ് നിർദ്ദേശം. കപ്പലുകളിൽ കടന്നുകയറാൻ ഇറാൻ സേന ശ്രമിച്ചാൽ കപ്പൽ ജീവനക്കാർ ബലം പ്രയോഗിച്ച് അവരെ തടയരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇറാന് നിർണായക സ്വാധീനമുള്ള മേഖലയാണ് ഹോർമൂസ് കടലിടുക്ക്. 2025 കണക്കനുസരിച്ച് പ്രതിദിനം 1.3 കോടി ബാരൽ ക്രൂഡ് ഓയിൽ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്.